ഇപ്പൊ അറിയാതെ നമ്മുടെ ഹാനയും അവളുടെ ഫുഡ് നമ്മുടെ തൈമന്റെ ദേഹത്തിടിച്ച് അവന്റെ ഷൂവിനകത്ത് വീഴും. അപ്പൊ ഇത് കണ്ട് തൈമും അവന്റെ ഷൂ നക്കാൻ വേണ്ടി അവനിങ്ങനെ റാഗ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഗോറിയ അവളുടെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടി അവൾ എഫറിനെ എതിർത്തിക്കും. അങ്ങനെ അത് കാരണം നമ്മുടെ ഗോരയ്ക്കും ഇപ്പൊ റെഡ് കാർഡ് കിട്ടി. അപ്പൊ ഇത് കണ്ട് എല്ലാ സ്റ്റുഡൻസും എടാ ആദ്യമായിട്ട് ഒരു പെണ്ണിന് റെഡ് കാർഡ് കിട്ടുന്ന ഇവൾ അവസാനം വരെ പിടിച്ചു നിൽക്കുവോ എന്നിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഗോറിയ റെഡ് കാർഡ് എടുത്ത ഉടനെ ഗെയിം സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഗോറി എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഇത് കണ്ട് നമ്മുടെ ഗോറിയും പേടിച്ചിട്ട് അവളും പെട്ടെന്ന് ബാഗ് വെച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോകും. അപ്പൊ ഇത് കണ്ടിട്ട് അവരെല്ലാരും വീഡിയോ എടുത്ത് എടാ അവൾ ഓടിപ്പോന്നറാ വാ പെട്ടെന്ന് നമുക്ക് അവളെ പോയി പിടിക്കാം എന്നിന് എല്ലാരും ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കും. അപ്പൊ ഇതാ കണ്ടിട്ട് നമ്മുടെ ഗോരയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന 3 ഗേൾസും അയ്യോ അവള് ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന എവിടെ വരെ പോവാ അവള് എന്നിന് ഇവരെല്ലാം ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഗോരയെ പെട്ടെന്ന് ക്ലാസ് വന്നിട്ട് സാർ എനിക്ക് തലവേദന എടുക്കുന്നത് ഞാൻ ക്ലിനിക്കിൽ പോവാ ബായ് എന്നിന് അവളും പെട്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. അപ്പൊ ഇതൊക്കെ ആയിട്ട് ക്ലാസ് ഇരിക്കുന്നവരൊക്കെ ഇവിടെ ഇപ്പൊ എന്തോ നടന്ന് എന്നിന് അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അതേസമയം ഗോരയെ ക്ലിനിക്ക് ഒളിഞ്ഞിരുന്നോണ്ട് അവളിങ്ങനെ അവരേക്ക് മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഗോരയെ ക്ലിനിക്കിൽ പോയ കാര്യം ആരോ കണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് അയച്ചേക്കും. അങ്ങനെ ഇത് കണ്ട് അവളിങ്ങനെ പേടിച്ചിരിക്കുമ്പോഴാണ് അപ്പൊ അവിടെ 2-3 പയ്യന്മാർ വന്നിട്ട് എനിക്കും തലവേദന എടുക്കുന്നറാ നമ്മുടെ ഡോക്ടർ അവിടെ പോയി എന്നിന് അവര് നമ്മുടെ ഗോരയെ അന്വേഷിച്ച് ഓരോ സ്ഥലം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മുടെ ഗോര ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഡോക്ടർ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്താ ചെയ്യാ എന്നിന് അവരും ചോദിക്കും. അപ്പൊ ഇത് കേട്ട അവന്മാരും ഞങ്ങൾക്ക് തലവേദന എടുക്കുന്നു അതുകൊണ്ട് ഡോക്ടറിനെ കാണാൻ വന്ന എന്നിനെ ബാക്കി ഗോരയെ നോക്കുമ്പോൾ അവളും ജനാലയിൽ രക്ഷപ്പെട്ട് ഇവരിങ്ങനെ കാണും. അതിനുശേഷം ഗോര അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റല്ല എന്നിന് അവളിങ്ങനെ സ്കൂളിനകത്ത് കയറി പോകുമ്പോഴാണ് അവിടുന്ന് കുറെ പയ്യന്മാര് കുറെ ബോൾസ് എടുത്ത് ഇങ്ങനെ എറിയും. അപ്പൊ ഇത് കണ്ട് ഗോരയും നിങ്ങൾക്ക് എന്തോടെ കുഴപ്പം F4 പറഞ്ഞ് നിങ്ങൾ എന്തിനാ അത് കേൾക്കുന്ന എന്നിന് അവള് ദേഷ്യപ്പെടുമ്പം മറ്റേ പിള്ളേർ നമ്മുടെ ഗോരയെ നോക്കി ചിരിച്ചിട്ട് അവരവിടെ നിന്ന് ഓടിപ്പോകും. അപ്പോഴാണ് അവളുടെ ഹാന വരുന്നത്. ഇത് കണ്ടിട്ട് ഗോരയും ഹാന നിനക്കൊരു കുഴപ്പമില്ലല്ലേ അവൻ നിന്നെ റാഗ് ചെയ്തോ നീ എന്നെ കുറിച്ചൊന്നും വിഷമിക്കണ്ട എന്നിന് അവളും പറയുമ്പോഴാണ് ബാക്കി സ്റ്റുഡൻസ് ഒക്കെ വരുന്നിങ്ങനെ സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ ഇത് കണ്ട് ഹാനയും നമ്മുടെ ഗോരയെ നോക്കിയൊന്നും പറയാതെ അവൾ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ഹാന അവിടെ നിന്ന് അങ്ങ് പോകും. അപ്പൊ ഇത് കണ്ട് നമ്മുടെ ഗോര ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കും. അപ്പോഴാണ് അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന 3 ഗേൾസും നമ്മുടെ ഗോരയുടെ ദേഹത്ത് അഴുക്കൊള്ള ഒഴിച്ചിട്ട് അയ്യോ ഞങ്ങൾ മനഃപൂർവ്വം ഒഴിച്ചല്ല എന്റെ കൈ തന്നെ പോയതാ എന്നിന് അവളുമാരിങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇതാ കണ്ടിട്ട് നമ്മുടെ ഗോരയും ദേഷ്യപ്പെട്ട് അവള് വീണ്ടും സ്കൂളിന്റെ മണ്ടേ ചെന്ന് ഇവന്മാർക്കൊക്കെ എന്തോ വട്ടായ എന്നിന് അവള് മേളിൽ ചെന്നിട്ട് ഇങ്ങനെ കൂവും. അപ്പോഴാണ് F4 റണ്ണും നിനക്കറിയാ എന്നിന് അവന്റെ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ ഗോര ഇങ്ങനെ പേടിക്കും. അപ്പോഴാണ് റണ്ണും ഇതുവരെ ഒരു ശല്യമില്ലാത്ത നല്ല സ്ഥലമായിരുന്നത് പക്ഷെ നീ വന്നതിന് ശേഷം ഇതൊരു ചന്തയായി എന്നിന് അവനും ഗോരയും നനഞ്ഞിരിക്കുന്നുണ്ടിട്ട് നീ വേണേ ഈ തുണിയെടുത്ത് തലവടക്കെത്തുന്നത് എന്നിന് അവൻ ചോദിക്കും. അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ ഗോരയൊന്നും പറയാതെ അവൾ അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് അവളെ അന്വേഷിച്ച് വേറെ ഗേൾസ് വരുന്നുണ്ടിട്ട് നമ്മുടെ റെന്നും അവളെ പിടിച്ച് സൈഡിൽ നിർത്തും. അപ്പോഴാണ് ആ ഗേൾസും ചോദിക്കുന്നത് റൻ ഇങ്ങോട്ട് ആരെങ്കിലും വരുന്നത് കണ്ടായിരുന്നോ എന്നിന് അവളുമാർ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് റെന്നും ഇല്ലല്ലോ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നിന് അവന് അവരെ പറഞ്ഞയച്ച് നമ്മുടെ ഗോരയെ രക്ഷിക്കും. അതിനുശേഷം അവനും നീ ഇവിടെ ശബ്ദം ഉണ്ടാക്കാതിരുന്ന നിനക്ക് ഇവിടെ തന്നെ നല്ല രീതിയിൽ ഒളിഞ്ഞിരിക്കാം നിന്നെ ആരും കണ്ടുപിടിക്കത്തില്ല എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഗോരി അവിടെ ഇരിക്കുന്ന തുണി എടുക്കുമ്പോഴാണ് നമ്മുടെ റെൻ അവളെ വരച്ച പടം ഇങ്ങനെ കാണുന്നത്. അങ്ങനെ ഇത് കണ്ട് അവളിങ്ങനെ ഷോക്കായി നോക്കും. അതേസമയം അന്ന് രാത്രി വരെ നമ്മുടെ ഗോറിയെ റാഗ് ചെയ്യാൻ വേണ്ടി 3 പയ്യന്മാര് വെയിറ്റ് ചെയ്തിട്ട് അവന്മാർ തിരിച്ച് വീട്ടിൽ പോകാൻ ഇങ്ങനെ തീരുമാനിക്കും. അപ്പോഴാണ് നമ്മുടെ തൈ മെസ്സേജ് അയക്കുന്നത് ഇത്ര സമയമായി അവൾ എന്തിയെ എന്നിന് അവനിങ്ങനെ ചോദിച്ചേക്കും. അപ്പൊ ഇത് കണ്ടിട്ട് അവന്മാര് വീട്ടിൽ പോകാതെ ഗോരയെ അന്വേഷിച്ച് അവിടെ തന്നെ നിൽക്കും. അപ്പോഴാണ് ഗോരയും അവള് വീട്ടിൽ പോകാൻ വേണ്ടി അവളുടെ ലോക്കറിൽ നിന്ന് ബാഗ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോകും. അപ്പോഴാണ് പെട്ടെന്ന് ആ 3 പയ്യന്മാർ അവിടെ വന്നിട്ട് നമ്മുടെ ഗോരയും പൊക്കിക്കൊണ്ട് CCTV ഇല്ലാത്ത റൂമിലേക്ക് അങ്ങ് പോകും. എന്നിട്ട് അവന്മാരിങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ഗോറി അവന്റെ കൈ ഇങ്ങനെ കടിച്ചു വയ്ക്കുന്നത്. അപ്പൊ അവനും എന്റെ കൈ കടിക്കാറായോ എന്നാ ശരി ഇനി നീ പുറത്ത് തല കാണിക്കാത്ത രീതി ഞാനിപ്പോ കാണിച്ചു തരാം എന്നിന് അവന്മാരും അവളെ ഇങ്ങനെ മോശമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് നമ്മുടെ റെൻ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ തോന്നല്ല എന്നിന് അവനടുത്ത് വരും. അപ്പോഴാണ് അവനും പേടിച്ചിട്ട് അല്ല തൈമ പറഞ്ഞ എന്നിന് അവനും പറയുമ്പോൾ നമ്മുടെ റെന്നും നിങ്ങൾ ആദ്യം ഇവിടെ നിന്ന് പോ എന്നിന് അവനും ദേഷ്യപ്പെട്ട് അവരെല്ലാം പറഞ്ഞയക്കും. അതിനുശേഷം ഗോറിയും കരയും കണ്ടിട്ട് അവനും ഞാൻ നിന്നെ കൊളിയാൻ വേണ്ടി ഒരു നല്ല സ്ഥലമാണ് പറഞ്ഞു തന്നെ പക്ഷെ നീ വീണ്ടും ഇവിടെ വന്നേക്കുക എന്നിന് അവനും ഒരു തുണിയെടുത്ത് നമ്മുടെ ഗോരയുടെ കൊടുക്കും. അതിനുശേഷം അവളിങ്ങനെ കരച്ചിൽ നിർത്തുമ്പോഴാണ് നമ്മുടെ റെന്നും ഇപ്പൊ നിന്നെ കുഴപ്പമില്ലെങ്കിൽ എന്നാ പിന്നെ നീ വീട്ടിൽ പോയിക്കോ എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് ഗോറിയും എന്തുവാ നീ ഇപ്പൊ എന്നെ വീട്ടിൽ പോകാൻ പറയുന്നോ ആ പയ്യന്മാര് പറഞ്ഞ് ഞാൻ ഈ സ്കൂളിൽ നിന്ന് പുറത്തു പോയാലേ ഈ ഗെയിം തീരത്തുള്ളന്ന് അതിനർത്ഥം ഇപ്പോഴും ഈ ഗെയിം തീർന്നിട്ടില്ലെന്നല്ല മിക്കവാറും അവന്മാർ എനിക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യായിരിക്കും എനിക്കിനി രക്ഷപ്പെടാനേ പറ്റത്തില്ല എന്നിന് അവള് പറയും. അപ്പൊ ഇത് കേട്ട് റെന്നും എന്നാ പിന്നെ ആ പയ്യന്മാര് പോയാ നിനക്ക് വീട്ടിൽ പോവല്ല എന്നിന് അവന് ലൈറ്റർ എത്തിച്ച് അവിടുത്തെ അലാറം ഓൺ ചെയ്യും. അപ്പോഴാണ് ഈ സൗണ്ട് കേട്ട് അവിടുത്തെ വാച്ച്മാനൊക്കെ വന്ന് ആ പയ്യന്മാരിട്ട് ഇങ്ങനെ ഓട്ടിക്കും. അതിനുശേഷം നമ്മൾ റെന്നെ സന്തോഷപ്പെട്ട് ഇപ്പൊ നീ സേഫ് ആയില്ല എന്നിന് അവന് തിരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. അങ്ങനെ ഇത് കണ്ട് ഗോര ഇങ്ങനെ ഇംപ്രസ് ആയിരിക്കും. അതിനുശേഷം നമ്മുടെ ഗോറയെ റൂമിൽ ചെന്നിട്ട് അവളും ഡോർ ഓർക്കാതെ അവളുടെ കൂട്ടുകാരിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കും. അപ്പൊ ഇതിനിട്ട് അവരെല്ലാരും ഗോറിയ നിനക്ക് എന്തോ കുഴപ്പം നീ ഒന്ന് ഡോർ ഓർക്കാത്ത എന്നിന് അവല്ല ഇങ്ങനെ പുറത്തുനിന്ന് ഡോർ ഒട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ലോക്ക് വെട്ടി ഇവല്ല ഇങ്ങനെ അകത്തോട്ട് വീഴുന്നത്. അപ്പൊ ഇത് കണ്ട് അവളും പേടിച്ചിങ്ങനെ നോക്കും. അപ്പൊ അച്ഛനും ഓ മോളെ നമ്മുടെ ഡോർ പഴയതല്ലേ അതുകൊണ്ടാ പെട്ടെന്ന് പൊട്ടിപ്പോയ എന്നിന് അവല്ല ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മുടെ അമ്മയും ഗോരയെ ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കും കണ്ടിട്ട് ആണുങ്ങളെല്ലാം പുറത്തു പോയാ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തോളാം നിങ്ങളെല്ലാം പുറത്തോ എന്നിന് അവരെണ്ടുപേരെയും പുറത്താക്കും. അപ്പോഴാണ് അമ്മയെ അടുത്ത് വന്നിട്ട് ഗോറിയ നിനക്ക് എന്തോ പ്രശ്നം നീ എന്തിനാ വന്നപ്പോ തൊട്ടേ ഡോർ ലോക്ക് ചെയ്തിരിക്കുന്നത് നിനക്ക് എന്ത് പ്രശ്നം
ഉണ്ടെങ്കിൽ അമ്മയോട് പറ എന്നിന് അമ്മ വയ്ക്കും. പക്ഷെ സ്കൂളിൽ വെച്ച് അവന്മാർ ചെയ്ത കാര്യമൊക്കെ ആലോചിച്ച് നമ്മുടെ ഗോരയ്ക്ക് അമ്മയോട് പറയാൻ തോന്നത്തില്ല. അപ്പോഴാണ് അവളും അമ്മേ എനിക്ക് വയ്യ, ഞാൻ സാധാരണ സ്കൂളിൽ പോയിക്കോളാം, എനിക്കിനി അവിടെ പോകാൻ വയ്യ എന്നിന് അവൾ അപ്സെറ്റ് ആയിട്ട് പറയും. അപ്പൊ ഇത് കണ്ടിട്ട് അമ്മയും മോളെ നീ ഇപ്പൊ എന്റെ മകളെ പോലെയല്ലേ സംസാരിക്കുന്നത്, എന്റെ മകൾ ഇത്ര വീക്ക് ഒന്നുമല്ല, എന്ത് പ്രശ്നം വന്നാലും അവൾ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. ഗോറിയ നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നീ സ്ട്രോങ് ആയിട്ടിരിക്കണം, കാരണം ആ സ്കൂളിൽ പഠിച്ചാലേ നിനക്ക് നല്ല ഫ്യൂച്ചർ കിട്ടത്തുള്ളൂ. അതിനുശേഷം മോൾക്ക് റിച്ച് ആയിട്ടുള്ള ബോയ് ഫ്രണ്ടിനെ കിട്ടും എന്നിന് അമ്മയും സമാനപ്പെടുത്താൻ നോക്കും. അപ്പൊ ഇത് കേട്ട് നമ്മുടെ ഗോറിയും ദേഷ്യപ്പെട്ടിട്ട് നിങ്ങൾക്ക് എപ്പോഴും പണം മാത്രമല്ല പ്രധാനം എന്നിന് അവള് ദേഷ്യപ്പെടും. അപ്പൊ അമ്മയും ഗോറിയ ഞാൻ നിന്നെ ചിരിപ്പിക്കാൻ പറഞ്ഞ എന്നിന് അമ്മ പറയും. അപ്പൊ അവളും ദേഷ്യപ്പെട്ട് അല്ല നിങ്ങൾക്ക് എപ്പോഴും ഈ പൈസയാ പ്രധാനം, അമ്മയ്ക്ക് റിച്ച് ആയിട്ടുള്ള പയ്യനെ കിട്ടാൻ വേണ്ടി ഞാൻ ഇതൊക്കെ സഹിക്കണമെങ്കിൽ അതിനും ഭേദം ഞാൻ ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നിന് അവളും ദേഷ്യപ്പെട്ട് വേറെ റൂമിലേക്ക് അങ്ങ് പോകും. അതേസമയം നമ്മുടെ എം ജിയും കവിനും കൂടെ അവരിനെ ഗേൾസുമായിട്ട് പാർട്ടി ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് കവിനും എടാ എം ജെ നീ ഇതൊന്നും നോക്കേ, ആരുടെ സ്കൂൾ മൊത്തത്തിൽ മാറ്റി എന്നിന് അവൻ ഗോരെ രക്ഷിച്ച കാര്യമൊക്കെ ഇങ്ങനെ കാണിക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് എം ജെയും ഓ ഇനിയിപ്പോ ഇത് തൈം അറിഞ്ഞ എന്താവോ എന്നിന് അവനും പറയുമ്പോഴാണ് നമ്മുടെ തൈം അവർ റാഗ് ചെയ്യാൻ പറഞ്ഞ മറ്റേ 3 പയ്യന്മാരിട്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. എന്നിട്ട് തൈമും എടാ ഞാൻ അവൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞ എന്നിന് അവനെ പിടിച്ച് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് നമ്മുടെ എം ജെയും തൈമിനെ പിടിച്ച് ഇങ്ങനെ മാറ്റുന്നത്. അപ്പൊ തൈമും നീ അത് വിട്, ഇവന്മാരെന്ത് ചെയ്താലും ആ റെന്നെന്തിനാ പോയി ഹെൽപ്പ് ചെയ്താ എന്നിന് അവൻ ചോദിക്കും. അപ്പോഴാണ് എം ജെയും തൈം നീ എന്തായാലും ഈ തവണ കുറച്ച് ഓവറായി പോയി, നീ ഇതുവരെ ഒരു പെണ്ണിനും റെഡ് കാർഡ് കൊടുത്തിട്ടില്ല അല്ലേ കവിൻ എന്നിന് ഇവർ രണ്ടുപേരും പറയും. അപ്പോഴാണ് തൈമിന്റെ ജോലിക്കാരും വന്നിട്ട് മിസ്റ്റർ തൈം നിങ്ങളുടെ അമ്മ സിംഗപ്പൂരിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട് എന്നിന് അവര് പറഞ്ഞിട്ട് പോകും. അങ്ങനെ ഇത് കേട്ട് തൈമും അവന്റെ അമ്മയായിട്ടുള്ള ദേഷ്യത്തിൽ എന്റെ എനിമി ആരാണെങ്കിലും ഞാൻ ചെയ്യുന്ന ഒരിക്കലും ഓവറാകത്തില്ല എന്നിന് അവനെ തള്ളിയിട്ടിട്ട് അവിടെ നിന്ന് പോകും. അപ്പൊ നമ്മുടെ എം ജിയും എടാ കവിൻ നീ അവസാനം വരെ ഒന്നും പറഞ്ഞില്ലല്ലോ, നീ അവനെ പറഞ്ഞ് മനസ്സിലായിക്കോടാ എന്നിന് അവൻ ചോദിക്കും. അപ്പൊ കവിനും ഓ അവനോട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഒരു പക്ഷെ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച പിന്നെ അവൻ ദേഷ്യപ്പെടുമ്പോൾ ആര് പോയി അവനെ തടയും എന്നിന് ഇവരെന്തേലും പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയം നമ്മുടെ തൈമും അവനും ദേഷ്യത്തിൽ ഇങ്ങനെ വീട്ടിൽ പോകുമ്പോഴാണ് വേറൊരുത്തൻ നമ്മുടെ തൈമിനെ ഓവർടേക്ക് ഇങ്ങനെ പോകാൻ നോക്കും. അപ്പൊ ചുമ്മാതെ ദേഷ്യത്തിരിക്കുന്ന നമ്മുടെ തൈം ഇത് കണ്ടിട്ട് കുറച്ചും കൂടെ ദേഷ്യം വന്ന് അവനെ ഇറങ്ങിച്ചെന്ന് ആ കാറി വന്നമാരെ പിടിച്ചടിച്ചിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോകും. എന്നിട്ട് അവന് അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് അവന്റെ അമ്മ അവിടെ വരുന്നത്. അതേസമയം ആ സ്ഥലം മൊത്തത്തിൽ സൈലന്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ അമ്മയും വന്നിരുന്നിട്ട് തൈം നിന്റെ സ്കൂളിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ല എന്നതിന് അമ്മ ചോദിക്കും. അപ്പൊ അവനും പേടിച്ചോണ്ട് ഓ അത് അത്ര വലിയ കാര്യമൊന്നുമില്ല, അത് ഞാൻ നോക്കിക്കോളാം എന്നിന് അവനും പതുക്കെ പറയും. അപ്പൊ ഇത് കേട്ട അമ്മയും നീ സ്കൂളിൽ വെച്ച് എന്ത് ഗെയിം ആണെങ്കിലും നടത്തിക്കുക, പക്ഷെ നിനക്ക് ആ സ്കൂളിനെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ നീ വലുതായിട്ട് നമ്മുടെ കമ്പനിയെ കൺട്രോൾ ചെയ്യുന്ന എന്നിന് അമ്മയും ചോദിക്കുമ്പോഴാണ് അവിടെ ജോലി ചെയ്യുന്ന പെണ്ണ് അവൾ വൈനൊഴിക്കുമ്പോൾ ആ ടേബിളിനകത്ത് ഇങ്ങനെ വീഴും. അപ്പൊ അവരും പേടിച്ചോണ്ട് സോറി മാഡം അറിയാതെ പറ്റിപ്പോയതാ എന്നിന് അവര് പറയും. അപ്പൊ ഇത് കേട്ട അമ്മയും നാളെ തൊട്ട് വേറെ ആൾ വരാൻ പറ എന്നിന് അമ്മയെ അവരെ പുറത്താക്കും. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ ടൈമൊന്നും പറയാൻ പറ്റാതെ അവനിങ്ങനെ ഇരിക്കും, കാരണം എല്ലാവർക്കും നമ്മുടെ അമ്മയെ പേടിയാണ്. അതേസമയം ഗോറയും അവളുടെ റൂമിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് അകത്ത് നമ്മുടെ അച്ഛനും അനിയനും കൂടെ അവൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് കണ്ട് ഗോറയും പെട്ടെന്ന് ഡോർ തുറന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്ന എന്നിന് അവൾ ചോദിക്കും. അപ്പൊ അവരും പേടിച്ചിട്ട് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നിന് അവരും ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വിളിച്ചു ചോദിക്കും. അപ്പൊ ഇത് കണ്ട് ഗോറയും ചിരിച്ചിട്ട് അച്ഛാ നിങ്ങൾ വീണ്ടും എനിക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിച്ച എന്നിന് അവൾ അടുത്ത് വന്നിരിക്കും. അപ്പോഴാണ് അച്ഛനും മോളെ പക്ഷെ ഇത് ഞങ്ങൾ വാങ്ങിച്ചല്ല നിന്റെ അമ്മ വാങ്ങിച്ച എന്നിന് അവൾക്ക് വേണ്ടി വാങ്ങിച്ച പുതിയ ചെരുപ്പ് ഇങ്ങനെ കാണിക്കും. അപ്പൊ അച്ഛനും മോളെ നിന്റെ അമ്മ ശേഖരിച്ചു വെച്ചെന്ന് പൈസ ഒന്നും വാങ്ങിച്ചത്, ഇത് നിനക്ക് അവൾ നേരത്തെ തരാൻ വിചാരിച്ച പക്ഷെ അപ്പോഴാ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്ന് എന്നിന് അച്ഛൻ ആ ചെരുപ്പ് ഇട്ട് കൊടുത്തിട്ട് മോളെ നിനക്ക് സ്കൂളിൽ കുറെ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി നീ കുറച്ച് ദിവസം കൂടെ അവിടെ പഠിക്കും, എന്നാലേ നമ്മുടെ ലൈഫ് ബെറ്റർ ആകത്തുള്ളൂ. അതുപോലെ തന്നെ നിനക്കൊല്ലം പ്രശ്നം വരുമ്പം ഈ ചെരുപ്പ് നിന്നെ രക്ഷിക്കും, ഈ ചെരുപ്പ് നിന്നെ ഒളിയാനുള്ള നല്ല സ്ഥലത്തേക്ക് കൊണ്ടുപോകും എന്നിന് അച്ഛനും പറയുമ്പോഴാണ് അവൾക്ക് നമ്മുടെ റെന്റിന് ഓർമ്മ വരുന്നത്. അതിനുശേഷം അവൾ സമാനമായിട്ട് ശരി അച്ഛാ എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് എല്ലാവരും സന്തോഷപ്പെടുമ്പോഴാണ് നമ്മുടെ അമ്മ ഒളിഞ്ഞായിട്ടോണ്ട് ഇങ്ങനെ സന്തോഷപ്പെടും. അപ്പൊ ഇത് കേട്ട് നമ്മുടെ ഗോറിയും അമ്മേ നിങ്ങൾ ഇനി ഒളിഞ്ഞിരിക്കണ്ടവാ എന്നിങ്ങനെ അമ്മയും കൂടെ വിളിക്കും. അതിനുശേഷം നമ്മുടെ അനിയനും എന്നാ ശരി നമുക്കൊരു സെൽഫി എടുത്താലോ എന്നിനെ ഗോറിയും ദുഃഖമെല്ലാം മറന്നിട്ട് അവള് സന്തോഷത്തോടെ അവളുടെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ ഗോറിയ അവള് സ്കൂളിൽ ചെന്ന് നോക്കുമ്പോഴാണ് അവളുടെ ലോക്കറിനകത്ത് റെഡ് കാർഡ് കാണത്തില്ല. അപ്പൊ ഇത് കണ്ട് അവൾ ആശ്വാസപ്പെട്ട് അവളിങ്ങനെ ബുക്ക് എടുക്കാൻ നോക്കുമ്പോഴാണ് അകത്തിരുന്ന പൗഡർ ഇങ്ങനെ താഴോട്ട് വീഴും. അപ്പൊ ഇത് കണ്ട് അവളും അവളുടെ പുതിയ ചെരുപ്പ് ഇങ്ങനെ തുടച്ചിട്ട് അവളിങ്ങനെ ഇടാൻ പോകുമ്പോഴാണ് വേറെ പയ്യന്മാരെ തട്ടിക്കളഞ്ഞിട്ട് അവരിങ്ങനെ ഓടും. അപ്പൊ ഇത് കണ്ട് കുറയും നിങ്ങൾ എന്ത് ചെയ്യുന്ന എന്നിന് അവള് മൊബൈലിൽ നോക്കുമ്പോഴാണ് ഇന്നലത്തെ ഗെയിം ഇതുവരെ തീർന്നിട്ടില്ലെന്ന് അറിയുന്നത്. അപ്പൊ കുറെ പേര് ഇങ്ങനെ മെസ്സേജ് ചേക്കും എടാ ഇന്ന് നമുക്ക് ഈ ഗെയിം തീർക്കണം, ഗോറിയെ നമ്മൾ വെറുതെ വിടല്, എല്ലാരും അവളെ അടുത്തുള്ള സ്റ്റേഡിയത്തിൽ വിളിച്ചോണ്ടോ എന്നിന് അവര് നമ്മുടെ ഗോരയുടെ ചെരുപ്പ് എറിഞ്ഞ് കളിച്ചോണ്ട് അവളെ ആ സ്റ്റേഡിയത്തിൽ വിളിച്ചോണ്ട് പോകും. അപ്പോഴാണ് ടൈമും ഗോരയുടെ ചെരുപ്പ് ചവിട്ടി നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്തുകൂടെ കളിക്കുന്നത്, ഇനി ബോറടിക്കുന്നു, അതുകൊണ്ട് മതി നിർത്ത് എന്നിന് അവൻ ആ ചെരുപ്പ് എടുത്ത് നമ്മുടെ ഗോരയെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നീട്ടും. അപ്പൊ ഇത് കണ്ട് അവളും പേടിച്ചിട്ട് അവളിങ്ങനെ എടുക്കാൻ നോക്കുമ്പോഴാണ് നമ്മുടെ ടൈം ആ ചെരുപ്പ് ഇങ്ങനെ മാറ്റുന്നത്. എന്നിട്ട് അവനും ഇത് വേസ്റ്റ് അല്ല, നിങ്ങൾക്ക് എന്തിനാണ് വേസ്റ്റ് വെച്ച് കളിക്കുന്നത്, വേസ്റ്റ് ഇടാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട്, അത് കറക്റ്റ് ആയിട്ട് അവിടെ തന്നെ ഇടണം എന്നിന് അവന് പോക്കറ്റിൽ നിന്ന് ഒരു കത്തി എടുത്ത് അവളുടെ ഫ്രണ്ട് വെച്ച് തന്നെ ആ ചെരുപ്പ് ഇങ്ങനെ കീറും. ഇത് കണ്ടിട്ട് എല്ലാ സ്റ്റുഡൻസ് ഇങ്ങനെ ചിരിക്കും. പക്ഷെ ആ ചെരുപ്പ് നമ്മുടെ ഗോരയുടെ ഫാമിലി കഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ്. അങ്ങനെ അത് കാരണം നമ്മുടെ ഗോറി അത് കീറുന്നുണ്ടിട്ട് അവളിങ്ങനെ വിഷമിച്ചോണ്ടിരിക്കും. അപ്പൊ ഇത് കണ്ട് ടൈമ സന്തോഷപ്പെട്ട് ഇപ്പൊ നിനക്ക് മനസ്സിലായോ എന്നിന് അവനെ ആ ചെരുപ്പ് എടുത്ത് വേസ്റ്റിനകത്ത് ഇടും. ഇത് കണ്ടിട്ട് നമ്മുടെ റെന്റിന് ഇഷ്ടപ്പെടാതെ അവനിനെ ദേഷ്യത്തിരിക്കും. അങ്ങനെ ടൈമും പോയതിനു
ശേഷം നമ്മുടെ ഗോറിയ അവളുടെ അമ്മ വാങ്ങിച്ചെന്ന ചെരുപ്പ് അവളെ വേസ്റ്റിൽ നിന്ന് ഇങ്ങനെ എടുക്കും. അപ്പൊ ഇത് കണ്ടിട്ട് എല്ലാരും അയ്യേ ഇവളാ ചെരുപ്പ് വീണ്ടും ഇടാൻ പോവാണോ എന്നെ അവരെല്ലാം ഇങ്ങനെ കളിയായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് തൈമൻ ചിരിച്ചോണ്ട് ഹേ നീ വീണ്ടും ഇത് എന്നിന് അവനെ ചോദിച്ചു വരുമ്പം നമ്മുടെ ഗോറി അവനെ ചവിട്ടി തറയിലാക്കും. എന്നിട്ട് അവൾ അടുത്ത് വന്ന് അവന്റെ കോളർ പിടിച്ചിട്ട് ഇനി തൊട്ട് നീ എന്ത് ചെയ്താലും അതിന് ഞാൻ എതിർക്കും, നിന്നെ പോലെ ഒരുത്തിന്റെ ഫ്രണ്ടി ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കത്തില്ല എന്നിന് അവനെ നോക്കി ഇനി ദേഷ്യപ്പെട്ട് പറയും. അപ്പൊ ഇത് കണ്ട് നമ്മുടെ ടൈം തന്നെ ഞെട്ടിയിട്ട് അവന് ഗോറി ഇഷ്ടപ്പെടും. അതേസമയം ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ ഷോക്കായിരിക്കും. അതേസമയം നമ്മുടെ റെന്നി ഇത് കണ്ടിട്ട് അവന് സന്തോഷപ്പെടും. അങ്ങനെ അതോടെ നമ്മുടെ എഫ്4 തായ്ലാൻഡിന്റെ സെക്കൻഡ് എപ്പിസോഡ് എടുത്തിരുന്ന് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കൂടി ഈ ഡ്രാമ കാണാട്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള അടുത്ത എപ്പിസോഡിൽ മീറ്റ് ചെയ്യാം.